മന്ത്രി സജി ചെറിയാനെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് പരാതിക്കാരനായ അഡ്വക്കേറ്റ് ബൈജു നോയൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. സിബിഐ അന്വേഷണത്തിലൂടെ മാത്രമേ ശിക്ഷ ഉറപ്പാക്കാൻ കഴിയൂ എന്നും ബൈജു നോയൽ. സജി ചെറിയാൻ ശിക്ഷിക്കപ്പെടുന്നതുവരെ നിയമ പോരാട്ടം നടത്തുമെന്നും ബൈജു പറഞ്ഞു. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇതിനുശേഷം ഹാപ്പനിങ് അവേഴ്സിൽ ആതിരേത്തും. നമസ്കാരം. ഭരണഘടനയെ അധിക്ഷേപിച്ച് നടത്തിയ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാനെതിരെ പുനരന്വേഷണം വരികയാണ്. എന്തായാലും പുനരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച അഡ്വക്കേറ്റ് ബൈജു നോയൽ തന്നെയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ബൈജു, ക്രൈംബ്രാഞ്ച് അന്വേഷണം ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു, തൃപ്തനാണോ? കേരളത്തിലൊരു മന്ത്രിക്കെതിരെ കേരളത്തിലെ ക്രൈംബ്രാഞ്ച് തന്നെ, കേരള പോലീസിലെ ക്രൈംബ്രാഞ്ച് തന്നെ ഈ കേസ് അന്വേഷിക്കുകയാണെങ്കിൽ നേരത്തെ കേരള പോലീസ് അന്വേഷിച്ച കേസിൻ്റെ ഗതി തന്നെ ഈ കേസിനും വരാനാണ് സാധ്യത. അത്തരത്തിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആവട്ടെ അല്ലെങ്കിൽ ഒരു DYSP ആവട്ടെ ഈ കേസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം ബയസ്ഡ് ആവാനും അണ്ടർ പ്രഷറിലാവാനും, ഒന്നാമത് ഇദ്ദേഹം കേരളത്തിലെ ഒരു മന്ത്രിയും റൂളിംഗ് പാർട്ടിയുടെ ഒരു വലിയ നേതാവും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഇതിനകത്ത് കൃത്യമായ രീതിയിൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനകത്ത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസിയാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, CBIയുടെ ഇൻവെസ്റ്റിഗേഷനാണ് ഇതിനകത്ത് ഇദ്ദേഹത്തിനെതിരെ നടത്തേണ്ടത് എന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം. ആ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളും CBI അന്വേഷണത്തിന് വേണ്ടി തന്നെ ഞാൻ മുന്നോട്ട് പോകും. എന്താണ് ഇതിൽ പല ആളുകളും പരാമർശിക്കുന്നു, ബൈജു മറ്റൊരു പാർട്ടിയുടെ ആളായതുകൊണ്ട് ആ രീതിയിൽ ഇദ്ദേഹത്തെ ക്രൂശിക്കുകയാണ്, സജി ചെറിയാനെ ക്രൂശിക്കുകയാണ്, അങ്ങനെ വല്ലതും ആണോ? ഇല്ല, സജി ചെറിയാൻ എന്ന വ്യക്തിയെ എനിക്ക് പരിചയമുള്ള ആളൊന്നുമല്ല. മന്ത്രി എന്നുള്ള നിലയിലുള്ള അറിവ് മാത്രമേ ഉള്ളൂ. സജി ചെറിയാൻ മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയെ ആര് അധിക്ഷേപിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമം ആര് ലംഘിക്കുന്നു എന്നുള്ളതാണ്. അത് ആരുമാവട്ടെ, വിദ്യാഭ്യാസമുള്ളായാലും അഭ്യസ്തവിദ്യനായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉന്നതനായാലും അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള ആളായാലും എല്ലാവർക്കും നീതി ഒരുപോലെയാണ്. ഇൻ ദിസ് കൺട്രി ദർ ഈസ് എ റിട്ടൺ കോഡ്, നോബഡി ഈസ് ബിയോണ്ട് ആൻഡ് എബവ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് BR കപൂർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ സുപ്രീം കോടതി പറഞ്ഞത്. അതുപോലെ തന്നെയാണ് എല്ലാവരും നിയമത്തിന് വിധേയരാണ്. റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇവിടുത്തെ നിയമം അനുശാസിക്കാൻ, പ്രത്യേകിച്ച് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഒരിക്കലും നടത്താൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം നടത്തിയത്. ഇന്ത്യൻ ഭരണഘടനയെ പ്രതി സത്യപ്രതിജ്ഞ ഒരു വ്യക്തിയാണ്. ആ ഭരണഘടനയുടെ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ മന്ത്രി കസേരയും നമ്മുടെ ജനാധിപത്യവും നമ്മുടെ ഇതുപോലെയൊക്കെ നിന്ന് സംസാരിക്കാൻ കഴിയുന്നതൊക്കെ ഈ ഭരണഘടന നൽകുന്ന വലിയ ഉന്നതമായ അവകാശങ്ങളുടെ പേരിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ട് സംസാരിക്കാൻ ആരെയും അനുവദിച്ചുകൂടാ എന്നുള്ള സന്ദേശമാണ് വാസ്തവത്തിൽ ഇതിനകത്ത് നിന്ന് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്ന ആളുകൾ നിയമപരമായ രീതിയിലുള്ള പ്രോസിക്യൂഷൻ നടപടികൾ നേരിടുകയും നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികൾ നൽകുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാവുകയുമാണ് വേണ്ടത്. ഈ ശിക്ഷ കിട്ടുന്നവരെ നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങും. തീർച്ചയായും അദ്ദേഹത്തിനെതിരെയുള്ള തെളിവ് എന്ന് പറയുന്നത് അദ്ദേഹം നടത്തിയ ഭരണഘടനാ വിരുദ്ധ അല്ലെങ്കിൽ ഭരണഘടനയെ അപമാനിക്കുന്ന പ്രസംഗം തന്നെയാണ്. അദ്ദേഹത്തിനെതിരെ തെളിവുകൾ അതിനകത്തുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് 3 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണ് വാസ്തവത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ശിക്ഷ കിട്ടുന്നതുവരെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും. എന്തായാലും ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തൃപ്തനല്ല, പകരം CBI അന്വേഷണം ആവശ്യപ്പെട്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് ബൈജു നോയൽ തീരുമാനിച്ചിരിക്കുന്നത്.